கேட்கும் காலம் ஆனந்த ராகம் கேட்கும் காலம் கீழ்வானிலே ஒளி போல் தோன்றதே ஆயிரம் ஆசைகள் உள் நெஞ்சம் பாடாதோ ஆனந்த ராகம் கேட்கும் காலம். துள்ளி வரும் உள்ளங்களில் தூது வந்த தென்றல் சொல்ல தோன்றும் எங்கும் இன்பத்தின் ஆனந்த தாளங்களே வெள்ளி மலை கோலங்களை அள்ளிக்கொண்ட மேகங்களே காணும் நெஞ்சில் பொங்கட்டும் சொந்தத்தின் பாவங்களே கள்ளம் இன்றி உள்ளங்கள் துள்ளியே கட்டிக்கொண்ட எண்ணங்கள் மெல்லவே ராகங்கள் பாட தாளங்கள் போட வானெங்கும் போகாதோ ஆனந்த ராகம் கேட்கும் காலம். லா 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 லா. வண்ண வண்ண எண்ணங்களும் வந்து வீழும் உள்ளங்களும் தோன்றும் எங்கும் இன்பத்தின் ஆனந்த தாளங்களே சின்ன சின்ன மின்னல்களும் சிந்தனையின் பின்னல்களும் சேரும் போது தோன்றிடும் ஆயிரம் கோலங்களே இன்று முதல் இன்பங்கள் துள்ளி வரும் இந்த மனம் எங்கெங்கும் சென்று வரும் ராகங்கள் பாட தாளங்கள் போட ஆனங்கள் ஆரம்பம் ஆனந்த ராகம் கேட்கும் காலம் கீழ்வானிலே ஒளி போல் தோன்றதே ஆயிரம் ஆசைகள் உள் நெஞ்சம் மாறாதோ ஆனந்த ராகம் கேட்கும் காலம். லா 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 லா. Brilliant singing. Nice, Brilliant. Brilliant. നൈസ് നൈസ്. Very good. Very good. അനക്ക പറു പാട്ട് കഴിഞ്ഞപ്പോ ജഡ്ജസ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയി. സൂപ്പറായിട്ട് പാടിയോ? ചോദിച്ചു നോക്കാം ചോദിച്ചോക്കാം അല്ലേ? ഓക്കെ എം ജി സർ. അനഘ സർ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി 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 വേറൊന്നുമല്ല, വളരെ പ്രയാസമുള്ള ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നല്ല ശബ്ദം, നല്ല ആലാപന രീതി, എല്ലാം കൊണ്ട് നല്ല രസമായിരുന്നു. ഒന്ന് രണ്ട് സ്ഥലത്താണ് സ്ലിപ്പായി പോയത്. അത് പോയതാണ്, അവസാനം അത് വന്നു. ലാസ്റ്റിൽ അത് വന്നെങ്കിലും കുറച്ചുകൂടെങ്കിൽ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ആ പാടാതോ എന്നുള്ള ആ പോർഷൻ തോന്നിയോ? അത് പ്രയാസമാണ്. കാരണം അത് പാടി വരുമ്പോഴത്തേക്ക് അത് എല്ലായിടത്തും അത് വന്നിട്ട് വീണ്ടും ആ ഒരു സംഗതി കൊണ്ട് കയറിയിട്ട് ഗാരി സരി എന്ന് വരുമ്പോഴത്തേക്ക് കൈ വിട്ടു പോവും. എന്നാലും ഒന്ന് ട്രൈ ചെയ്യുന്നോ? கீழ்வானிலே ஒளி போல் தோன்றுதே ஆயிரம் ஆசைகள் கரெக்ட். ஆயிரம்
ஆசைகள் உள் நெஞ்சம் പോരട്ടെ. ഉൾ നെഞ്ചം പാടാതോ. കുറച്ചുകൂടെ അതിനകത്തുള്ള സ്വരസ്ഥാനങ്ങളിലോട്ട് വീഴാം. എങ്കിലും പ്രയാസം, അത് പ്രയാസം, ഭയങ്കര പ്രയാസം. അതുപോലെ രാജാ സാറിന്റെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഇവിടെ പറയായിരുന്നു കേട്ടോ, ആ ബീജിയം ഇല്ലേ, തേർഡ് ബീജിയം, അതിന്റെ ചേഞ്ച് ഓവർ, പകുതിയിൽ നിന്നൊരു ചേഞ്ച് ഓവർ. എൻ്റെ അമ്മ ഒരു സിംഫണിയുടെ ഒരു പീസ് ഇങ്ങനെ തന്നു, വേണം എടുത്തോടാ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡിഫറൻറ്റ് സെക്കൻഡിലോട്ട് കയറി. ആഹാ, അത് മനോഹരം. പിന്നെ തബലയുടെ ആ ടേക്ക് കണ്ടു, ഒന്ന് വായിച്ചെന്ന് ജസ്റ്റ്. നെക്സ്റ്റ് ചേഞ്ച് ഓവർ. കട്ടിക്കൊണ്ട എണ്ണങ്ങൾ മെല്ലെ വീഴ രാഗങ്ങൾ പാട താളങ്ങൾ പോട വാനെങ്കും പാടാതോ. അടിപൊളി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാല് ശരിക്കും ഇവിടെ കുറച്ചേ ഉള്ളു രോമം, പക്ഷേ സൂപ്പർ സൂപ്പർ സെലക്ഷൻ. എന്തായാലും മോള് നന്നായിട്ട് പാടി കേട്ടോ. ഈ 1-2 സ്ഥലം മാത്രമേ ഉള്ളൂ, ഈ പോകാതോ എന്ന് ഞാൻ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത്, ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നിയത്. ബട്ട് ബാക്കിയെല്ലാം എനിക്ക് അക്ഷരം എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ശരത് ഖാൻ പറയും. ഗുഡ് ലക്ക്. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ, ഉഗ്രൻ സെലക്ഷൻ. താങ്ക് യു സർ. ഇത് എവിടുന്ന് പൊക്കിക്കൊണ്ട് വന്നു? ഇത് ശരിക്കും എനിക്ക് ആദ്യം അസൈൻ ചെയ്ത പാട്ട് വേറെയാണ്, മൗനമാന നേരമായിരുന്നു ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഗ്രൂമേഴ്സ് വിളിച്ചങ്ങനെ സംസാരിച്ച് പാട്ട് നമ്മൾ മാറ്റാം എന്നുള്ള പ്ലാനിലേക്ക് എത്തി. അങ്ങനെ ഗ്രൂമേഴ്സ് സജസ്റ്റ് ചെയ്ത പാട്ടാണത്. കട്ടിക്കൊണ്ട എണ്ണങ്ങൾ മെല്ലവേ രാഗങ്ങൾ പാട താളങ്ങൾ പോട വാനെങ്കും പോകാതോ രാഗം കേൾക്കും കാലം ലാ 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 ലാ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയൂ, കേക്കട്ടെ. മൂവി പന്നീർ പുഷ്പങ്ങൾ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇളയരാജ സാർ, ലിറിക്സ് ഗംഗൈ അമരൻ സാർ, പാടിയിരിക്കുന്നത് ഉമാരമണൻ മാം. ഉഗ്രം പാട്ട്. ഉമാരമണൻ പാടിയ വേറെ ഏതെങ്കിലും പാട്ട് അറിയാമോ? ഒരു ആ വെച്ച് തുടങ്ങുന്ന പാട്ട്. ആനന്ദരാവ് അത് അല്ലല്ല, വേറെ ആകായ വെണ്ണിലാവേ തറൈ മീത്. എന്തൊരു ഉഗ്രം പാട്ടാ, എന്തൊരു പാട്ടാ. പൂങ്കതവേ അത് നീ പാതി നാൻ പാതി കണ്ണി. രാജാ സാർ മുഴുവൻ പാടിയിരിക്കുന്നത് ഇതെല്ലാം ഡിബേറ്റ്സാണ്. ഇത് രാജാ സാർ ഈ ഉമാരമണൻ മാമിന് ദാസേട്ടൻ്റെ കൂടെ ഒരു കോമ്പിനേഷനാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത്. അല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ നോളജിൽ ഇത് വേറെ ആരോ പാടിയെന്നുള്ള. അയ്യോ, വണ്ടർഫുൾ, ഉഗ്രം പാട്ടടാ. അയ്യോ, അത് രാജാ സാറെന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ആ ദൈവത്തിൻ്റെ ബ്രില്യൻസ്, ആ ഓർക്കസ്ട്രേഷനിൽ ഈ പാട്ട് കൺസ്ട്രക്ട് ചെയ്ത രീതി എല്ലാവർക്കും ഇതിനകത്ത് മൊത്തം ആളുകൾക്കും പണിയാണ്. ഈ പാച്ചൊക്കെ ചുമ്മാതിരുന്ന് കാശ് മേടിച്ചോണ്ട് പോകായിരുന്നു. ഇത് വന്നപ്പോഴാണ് അവന് യഥാർത്ഥമായിട്ടൊന്ന് എത്ര നേരം ഇരുന്ന് പ്രാക്ടീസാണ്. സർ, ഇത് ആക്ച്വലി നമ്മളവിടെ ഗ്രൂമിങ് സമയത്ത് എൻ്റെ അടുത്ത് ഇവരെല്ലാവരും ചോദിച്ചു, വേറെ പാട്ടൊന്നും കിട്ടിയില്ലേ, ഈ പാട്ട് എന്തിനാണ്? കാരണം 1-1.5 മണിക്കൂർ എടുത്തിട്ടാണ് വയലിൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ പാടാ, മെനക്കേടാ. കാരണം അദ്ദേഹം അങ്ങനാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒരു മനുഷ്യൻ ആലോചിക്കാൻ പറ്റാത്തുള്ള രീതിയിലാണ് അദ്ദേഹം പോയേക്കുന്നത്. ഈ ടോണിക്കും അതിൻ്റെ ഫിഫ്ത്തൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്, അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. വണ്ടർഫുൾ, ഒന്നും പറയാനില്ല സാർ. നമസ്കാരം, പ്രണാംസ്, അതല്ല വേറൊന്നും പറയാനില്ല. അപ്പോൾ എന്തൊക്കെയായാലും നന്നായിട്ട് പാടി. എനിക്ക് ഇതിൻ്റെ സ്കാനിങ് മാത്രം ഒന്ന് ശ്രുതി തരാമോ? ഈ 1000 അത്രയും മതി. 1000 ആശകൾ 1000
ആസൈകൾ 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 അത് ആദ്യത്തെ സ്കാനിങ് ഒന്ന് എനിക്ക് കൃത്യമായിട്ട് അതൊന്ന് കൃത്യമായി സ്ലോ ആയിട്ട് പാടാമോ? ആയിരം ആസൈകൾ ഉൾനെഞ്ചം പാടാ. അതെന്താണത്? മപ്പതപ്പ എന്ന് പറഞ്ഞാൽ അത് കിട്ടിയല്ലോ. അത് അതിനകത്ത് കിടക്കുക. ഒന്നുകൂടെ. ഉൾനെഞ്ചം പാടാതോ. അത് ധനിസരികയാണോ പാടുന്നത്? പദസരിക. അതിനൊരു കൃത്യത വേണമായിരുന്നു കേട്ടോ. ഞാനിതൊക്കെ നിങ്ങൾ പാടുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ തലേന്ന് ഇത് എങ്ങനെ വന്നു എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചു. അതിന് ഒരു നിവൃത്തിയില്ല. വണ്ടർഫുൾ കോമ്പസിഷൻ. അപ്പം രാജാ സാർ ഇനിയും നമുക്ക് നല്ല പാട്ടുകൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയാലും ഈ ഒരു പാട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് താങ്ക് യു സോ മച്ച് ഡാർലിംഗ്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി അനുഖ നല്ല മിന്നി തിളങ്ങുന്നുണ്ട് ഇന്ന്. നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു. പിന്നെ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ പറയാതിരിക്കാൻ വയ്യ. ഇതിങ്ങനെ വീണ്ടും വീണ്ടും അനഖയെ കൊണ്ട് പാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിതിങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയാണ് ഈ പാട്ട്. കാരണം അതിങ്ങനെ നമ്മുടെ മൈൻഡിൽ നിന്ന് പോകുന്നില്ല ഈ പാട്ട്. അതിൻ്റെ നോട്ട്സും അത് ഉണ്ടാക്കിയിരിക്കുന്ന രീതിയും ഒക്കെ അങ്ങനെയാണ്. ഇറ്റ്സ് സച്ച് എ ഹോണ്ടിങ് സോങ്. ഇതിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ലൂപ്പായി പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പോസിഷൻ. ശരിക്കും ഉമാ രമണൻ എന്ന് പറഞ്ഞ സിംഗർ, ഈ അമ്മനെ ഞാൻ നേരിട്ട് പാടുന്ന കണ്ടിട്ടുണ്ട്. രാജാ സാറുടെ ഷോസിന് പാടുന്ന സമയത്ത് ഇവരൊരു സുന്ദരിയായൊരു അമ്മയാണ്. അവിടെ നിന്ന് അനങ്ങാണ്ട് നമ്മുടെ ജാനകിയമ്മയൊക്കെ പാടുന്ന പോലെ അനങ്ങാണ്ട് നിന്ന് പാടി. ഞാനിതൊക്കെ ഈ ആകായ വെണ്ണിലാവയൊക്കെ ഞാൻ നേരിട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ സിംഗർ. എന്തൊരു നൈസ്, നല്ല സുഖമുള്ളൊരു ശബ്ദമാണ്. എന്തൊരു നല്ല അമ്മയാണെന്നറിയോ. അപ്പം അവരുടെ ഒരു പാട്ട് ഇവിടെ കൊണ്ടുവന്നതിൽ ഗ്രേറ്റ് മോളെ. ഫാന്റാസ്റ്റിക് സെലക്ഷൻ. അതുപോലെ തന്നെ പാടി സ്ഥലമായിട്ട് പാടി നല്ലോണം എൻജോയ് ചെയ്ത് പാടുന്നുണ്ടായിരുന്നു. അതാണ് വേണ്ടത്. മോള് പാട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഇതെങ്ങനെ എൻജോയ് ചെയ്യാണ്ടിരിക്കുകയല്ലേ. ഈ പാട്ട് തന്നെ അത്തരത്തിലൊരു മാജിക്കാണ്. സോ താങ്ക് യു ടു രാജാ സർ. ഈ ഒരു പാട്ട് ഞാനിങ്ങനെ ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ കേൾക്കുമ്പോഴോ നിങ്ങൾ അസാധ്യമായിട്ട് വായിച്ചു. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇത്രയും സമയമെടുത്തിട്ടാണ് ഇതൊക്കെ ട്യൂൺ ചെയ്ത് നിങ്ങൾ ഇതിന് പഠിച്ച് വെച്ച് റെഡിയാക്കിയതെന്നുള്ളതേ എക്സലൻറ്റ്. പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമുക്ക് അതൊരു വല്ലാത്തൊരു ഫീലാണ് നിങ്ങൾ വായിക്കുന്ന കേൾക്കുമ്പം. സ്പെഷ്യലി ആ മോള് പാടുമ്പോഴും ഈ മ്യൂസിക്കിൻ്റെ ഫീലാണ് ശരിക്കും ഇങ്ങനെ ആസ്വദിച്ച് പാടാൻ പറ്റുന്നത്. കാരണം ഇതൊക്കെ ടെൻഷൻ അടിച്ച് പാടേണ്ട പാട്ടാ. അത് നല്ല പുഷ്പം പോലെ പാടി. സൂപ്പർ ആയിരുന്നു മോള്. നല്ല ചിരിച്ച് പാടി. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ അടിപൊളി കമന്റ്സ്. ഇനി മാർക്സ് എത്രയാന്ന് നോക്കാം. എം ജി സർ എത്ര ആയിരിക്കും പറ? പാറു പറ. ഞാനാണോ സാർ? കുറെ നാളായില്ലേ ഇവിടെ നിൽക്കുന്നു. അപ്പൊ അറിയാമല്ലോ, ഒരു ട്രെൻഡ് അറിയാമല്ലോ. കമന്റ്സ് ഒക്കെ കേട്ടിട്ട് ഞാൻ എന്ത് പറഞ്ഞു? സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒരു 9.2. കൈ കാണിക്കുന്നു. ഇല്ല സാർ, ഞാൻ കണ്ടില്ല, അങ്ങോട്ട് നോക്കിയതില്ല. എന്തോ ഇവിടെ സംഭവിച്ചത്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്ര കൃത്യമായിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെ പറഞ്ഞു? സാർ ഒരു മാർക്ക് കുറച്ചു കൊടുക്കും. അല്ല അങ്ങനല്ല പറയണ്ടേ. ഡേയ് അയ്യോ അങ്ങനെ പറയില്ല. നാളാച്ചടാ ഞാൻ ഇങ്ങ നിൽക്കുന്നത്. എങ്കിട്ടേ വേലേ നീ എങ്കിട്ടേ വിളയാടുറിയാ. നീ എങ്കിട്ടേ വിളയാടുറിയാ. 9.2 കൊറ. 9.2. താങ്ക് യു സോ ശരത് സാർ എന്തോ അല്ല ഈ മാർക്ക് കിട്ടിയിട്ട് ഇവിടെ പേടിച്ച് നിൽക്കല്ലേ. ഇത് പ്രതീക്ഷിച്ചോ ഇത്ര കിട്ടുമോ? ഇരുട്ടടി കിട്ടിയാണോ ആയി? എനിക്ക് ആദ്യമായിട്ടാണ്. അതാ ഒരു 8.34 ആണ് പ്രതീക്ഷിച്ചത്. സത്യമല്ലേ? ഞാൻ പറഞ്ഞു 8.576. അത് ഇതിനകത്ത് നല്ല കാര്യം ഉണ്ടായിരുന്നു. ചേച്ചി മോള് സാഹേബ് ഈ പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു ചേച്ചി. So total 18.2. Thank you. Ni pa maga sa